കർണാടക ധർമ്മസ്ഥലയിലെ ക്ഷേത്ര നഗരത്തിൽ നിന്ന് ഒരു വിളിപ്പാടകലെ മാത്രം ദൂരെയുള്ള കാട് മൂടിക്കിടക്കുന്ന പ്രദേശം. അടിമുടി ദുരൂഹത നിറഞ്ഞ നാട്. പകൽ കണ്ടാൽ പോലും ഭയം തോന്നും. ഒരാളെ കൊന്നു കുഴിച്ചു മൂടി തെളിവ് നശിപ്പിച്ചാലും പുറം ലോകമറിയില്ല. കൊലപാതക പരമ്പരയെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിനേക്കാൾ ഭയാനകമായ കാഴ്ചകൾ. പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കങ്ങളിലേക്ക് കടന്നതോടെ ആകാംക്ഷയുടെ മണിക്കൂറുകളാണിനി. ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടിയ മൃതദേഹങ്ങൾ കണ്ടെത്താൻ മണ്ണെടുത്തുള്ള പരിശോധനകൾ ആരംഭിച്ചു. പ്രധാന സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയെ മുഖം മറച്ചാണ് സ്ഥലത്തെത്തിച്ചത്. ആദ്യ ദിവസത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയുള്ള 12 ഇടങ്ങൾ നിർണായകമാണ്. പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ആണ് മണ്ണെടുത്തുള്ള പരിശോധന ആരംഭിച്ചത്. വിവിധ ഇടങ്ങളിലായി 13 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റിലാണ് നിലവിലെ പരിശോധന. മിനി JCB ഉപയോഗിച്ചാണ് മണ്ണ് കിളച്ച് പരിശോധിക്കുന്നത്. നേത്രാവതിപ്പുഴയുടെ തീരത്താണ് നിലവിൽ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങൾ. പരിശോധനയ്ക്ക് കഡാവർ നായകളെയും എത്തിച്ചിട്ടുണ്ട്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ കുറ്റാന്വേഷണ മികവ് പുലർത്തിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടുന്ന 20 അംഗ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി എന്നായിരുന്നു തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. സൂപ്പർവൈസർമാരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇത് ചെയ്തത് എന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തു പറയുന്നത്. 2014 ഭീഷണിയെ തുടർന്ന് കുടുംബത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇയാൾ പലായനം ചെയ്യുകയായിരുന്നു. ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകി. തെളിവിനായി ഇത്തരത്തിൽ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടമായ തലയോട്ടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് വിശദമായി അന്വേഷണം നടത്താൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള അന്വേഷണവും ഉണ്ടായില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിട്ടത്. അതേസമയം ധർമ്മസ്ഥല കേസിൽ കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോഴിക്കോട് ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കേരള വസ്ത്രം ധരിച്ചവരുടെ മൃതദേഹം മറവു ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ്. കാണാതായവരെക്കുറിച്ച് ആരെങ്കിലും ആശങ്കയറിയിച്ചാൽ നിയമസഹായം നൽകുമെന്നും ഇവർ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള സ്ത്രീകൾ, കേരള സാരി ഉടുത്തവർ, സെറ്റ് സാരി ഉടുത്തവരൊക്കെ അവിടെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വലിയ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാർ ആ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതിനു വേണ്ടി, അവർക്ക് വേണ്ട നിയമസഹായം നൽകുന്നതിനു വേണ്ടിയൊക്കെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ധർമ്മസ്ഥല.